എല്ലാവരും ദുഃഖിക്കുന്ന റസൂലുള്ളാഹിന്റെ ആ മരണത്തിനോട് മല്ലിക്കുന്ന സന്ദർഭം കണ്ട് ഫാത്തിമ ബീവി പൊട്ടിക്കറിയുന്നു. വാപ്പാന്റെ സങ്കടമേ എന്ന് ഫാത്തിമ ബീവി പൊട്ടിക്കറിയുമ്പോ റസൂലുള്ള സമാധാനിപ്പിക്കുന്നു. സങ്കടപ്പെടേണ്ട, ഈ നിമിഷം കഴിഞ്ഞാൽ ബാപ്പക്ക് സങ്കടമില്ല. ആ എല്ലാവരും ദുഃഖിക്കുന്ന ആ മരണവെപ്രാളത്തിൽ ചരിത്രം പറയുന്നു, ജിബ്രീലിനെ കാണാൻ ആവശ്യപ്പെടുന്നു. ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് മരണത്തിന്റെ സമയത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്താണ് ജിബ്രീലേ ചോദിക്കുമ്പോ, അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ ആകാശം സന്നദ്ധമാണ്. എല്ലാവരും അങ്ങയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. സ്വർഗം തയ്യാറായിരിക്കുന്നു. മുരളികളൊക്കെ സജ്ജരാണ്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഇല്ല, എനിക്ക് സമാധാനമില്ല. എന്നെ സന്തോഷിപ്പിക്കുന്ന വാർത്ത തരൂ ജിബ്രീൽ. ആ സങ്കടത്തിൽ ചരിത്രം പറയുന്നു, റസൂലുള്ളാഹിക്ക് ചലനമില്ല, സ്വന്തമായി ബ്രഷ് ചെയ്യാൻ കഴിയുന്നില്ല. എത്രത്തോളം തന്റെ പ്രിയപ്പെട്ട പോറ്റുപുത്രൻ ഉസാമയോട് റസൂലുള്ള പറയുന്നു, ഉസാമ, ആംഗ്യഭാഷയിൽ എന്റെ മരണവേദന എളുപ്പമാക്കാൻ ദുആ ചെയ്യണം. റസൂലുള്ളവരെ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഹബ്ബിനാ അലയ്യ സക്കറാത്തുൽ മൗത്ത്. റസൂലുള്ളാഹിന്റെ ആ മരണവേദന എത്രത്തോളം വെണ്ണയിൽ നിന്നും നൂലിനേത് പ്രകാരമാണോ എടുക്കുന്നത്, അത്രയും മൃദുലമായ രീതിയിലാണ് റൂഹിനെ പിടിച്ചത്. റസൂലുള്ളാഹിന്റെ റൂഹ് നെഞ്ചിലെത്തുമ്പോ ജിബ്രീൽ എന്ന മലക്ക് തിരിഞ്ഞു നിൽക്കുന്നു. റസൂലുള്ള ചോദിക്കുന്നു, ജിബ്രീലേ, എന്താ അവസാന ഘട്ടത്തിൽ എന്നോട് കിടക്കും? പറഞ്ഞു, നബിയേ, അങ്ങയുടെ റൂഹിനെ പിടിക്കുമ്പോ അങ്ങയുടെ മുഖത്തിന്റെ സങ്കടം കാണാൻ പറ്റാതെ തിരിച്ചു പോയതാ. ആ നിബിധങ്ങൾ പറഞ്ഞു, ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്. ആ മരണവെപ്രാളത്തിൽ ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, എന്തിനാണ് ഉമ്മയെക്കാൾ, എന്തിനാണ് മക്കളെക്കാൾ മുത്തുനബിയെ സ്നേഹിക്കുന്നത്? രണ്ട് സന്ദർഭം ഞാൻ പറഞ്ഞു. മൂന്നാമത്തത് മരണവെപ്രാളമാ, മരണത്തിനോട് മല്ലടിക്കുന്ന സമയമാ. ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ മഹ്ശറിൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത് അങ്ങാണ്, അതുപോലെ തന്നെ അങ്ങയുടെ സമുദായമാണ്. ആ സമയത്ത് മുത്ത് പറഞ്ഞു, അല്ലാഹ്, ഇപ്പോഴാണ് ജിബ്രീലേ എന്റെ മനസ്സിന് സമാധാനമായത്. ഒന്നുകൂടി പറയട്ടെ, മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന് റൂഹിനെ പിടിക്കുമ്പോ അവസാന നിമിഷം റസൂലുള്ളാഹിന്റെ ചുണ്ട് ചലിക്കുന്നു. ഫാത്തിമ ബീവി ചിന്തിക്കുന്നു, ഫാത്തിമത്തു കബ്ദീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ ബാപ്പക്ക് ഞാൻ ഏറ്റവും ഇഷ്ടമാണ്. അവസാനമായി എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് വല്ലതും പറയുമായിരിക്കുമെന്ന് പറഞ്ഞ് തന്റെ ശ്രവണപുടങ്ങൾ കൂർപ്പിച്ച് കേൾക്കുന്നു. ഇല്ല, ഫാത്തിമയോടൊന്നും പറയാറില്ല. ആയിഷ ബീവി ചിന്തിക്കുന്നു, ഞാൻ അവിടുത്തെ ഇഷ്ടഭാജനമാണല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവസാനമായി എന്നോട് വല്ലതും പറയുമായിരിക്കുമെന്ന് തന്റെ ശ്രവണപുടങ്ങൾ കൂർപ്പിച്ച് കേൾക്കുമ്പോ ഇല്ല, ആയിഷയോടൊന്നും പറയാനില്ല, അനീതങ്ങളോടൊന്നും പറയാനില്ല. എന്നെ കേൾക്കുന്ന കുറുകയുടെ നിവാസികളെ, ദിനത്തിനോടനുബന്ധിച്ച് മീലാദ് പ്രഭാഷണം കേൾക്കുകയും നടത്തുകയും ചെയ്യുന്ന നമ്മളോർക്കണോ, ആ മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന് റൂഹിനെ പിടിക്കുമ്പോ തന്റെ ശരീരം ചലിക്കാൻ പറ്റാത്ത അസഹ്യമായ വേദന അനുഭവിക്കുമ്പോ അവിടുത്തെ ചുണ്ട് ചലിച്ചതെന്തിനെന്നറിയോ? ഉമ്മത്തി 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 അസ്സലാ.
മരണസമയം എന്നെയും നിങ്ങളെയും ഓർത്ത് സമുദായമേ, എന്റെ സമുദായമേ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന് മരിക്കുന്ന സമയത്തും നമ്മെ മറക്കാത്ത മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ ഘട്ടം മൗത്തറയാണ്. എല്ലാവരും നമുക്കെതിരാകുമ്പോ, സ്വന്തം ശരീരം നമുക്കെതിരാകുമ്പോ, യൗമയദൂ ആദമും വഅംബിയാ നഫ്സി നഫ്സി നഫ്സിയാ യൗമയദൂ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തി ഉമ്മത്തി യാ ഖൗമിയാ. ഓരോ അമ്പിയാക്കളരിയിലേക്ക് നമ്മളിങ്ങനെ സങ്കടം പറഞ്ഞോടുമ്പോ, ഓരോരുത്തരും അവരുടെ പരാതി പറഞ്ഞൊഴിഞ്ഞു മാറുമ്പോ, في القيامة مشفقا وهلنا الله يا سيدي خير النبي. മൈശറയിലും നമ്മുടെ രക്ഷകനായിട്ട് ഇന്നലിക്കുല്ലി നബിയ്യൻ ദഅവത്തുൻ മുസ്തജാബ. ഓരോ നബിമാർക്കും പ്രതിസന്ധി ഘട്ടത്തിൽ ഒഫീഷ്യലായി ദുആ ചെയ്യാനുള്ളൊരു ദുആ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്റെ ദുആ ഞാൻ എന്റെ സമുദായത്തിന്റെ ശഫാഅത്തിന് വേണ്ടി നീക്കിവെച്ചു മുഹമ്മദ് മുസ്തഫ. നമ്മളിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിലാകുന്നത് ഇഷ്ടപ്പെടാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മൈശറയിൽ നമുക്കായി റബ്ബിന്റെ മുമ്പിൽ സുജൂദിലായി വീഴും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ആ നബിയാണ് നമ്മുടെ റോൾ മോഡൽ. ആ നബിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ മറക്കാത്ത, സന്തോഷഘട്ടത്തിൽ നമ്മെ മറക്കാത്ത, മരിക്കുന്ന സമയത്തും നമ്മെ മറക്കാത്ത, നാളെ റബ്ബിന്റെ മുമ്പിൽ മൈശറയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുമ്പോൾ സ്വന്തം ശരീരം നമുക്കെതിരാകുന്ന മൈശറയിൽ നമുക്ക് വേണ്ടി സുജൂദിലായി റബ്ബിന്റെ മുമ്പിൽ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇതു ബിഹി. നമ്മുടെ മനസ്സ്, നാം ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, മുത്തുനബി കൊണ്ടുവന്നത്, മുത്തുനബി ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ ഹബീബ് കൊണ്ടുവന്നത്, ഹബീബിന്റെ ചര്യ. നിങ്ങളിൽ നിന്ന് ഒരാളും മുമ്പിലല്ല അവന്റെ ഇച്ഛകൾ ഞാൻ കൊണ്ടുവന്നതിനോട് പിൻപറ്റുന്നത് വരെ എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആൻ. ആ നബിയിലൂടെ ഇല്ലാതെ നമുക്ക് രക്ഷയില്ല. കാരുണ്യമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ചരിത്രത്തിൽ ഒരുപാട് കഥകൾ കാണാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1 മണിക്കൂറാണ് എന്നോട് പറഞ്ഞ സമയം. 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ കാരുണ്യമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹൈന്ദവർ പഠിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു, പുരുഷാകൃതി പൂണ്ട ധർമ്മമോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ, ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കാരുണ്യവാൻ നബി മുത്തുരത്നമോ. കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാവരോടും സ്നേഹം. ആ നബിയുടെ മേൽ മനസ്സറിഞ്ഞ് സലാത്ത് ചൊല്ലും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ സലാത്ത് ചൊല്ലും. ഈ സദസ്സിന്റെ സന്ദേശമായി എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 സലാത്ത് ചൊല്ലാൻ ഈ സദസ്സിൽ നിന്ന് ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരാകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം നിസ്കാരം, നോമ്പല്ല, മനസ്സറിഞ്ഞ് നാം ചെയ്ത ഈ മുത്തുനബിയുമായി ബന്ധപ്പെട്ടത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ നന്മയായി രക്ഷപ്പെടാൻ പറ്റും. ഒരിക്കൽ മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ ഈ ഹദീസ് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്തു വരികയാണ്. സലാത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആഗ്രഹങ്ങൾ പൂർത്തിയാകാനും സങ്കടങ്ങൾ തീരാനും രോഗങ്ങൾ മാറാനും സ്വലാത്ത് വർദ്ധിപ്പിക്കുക.
അതോടൊപ്പം തന്നെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അവസാനിപ്പിക്കുകയാണ്. ഈ ശബ്ദമെന്ന് കേൾക്കോ, 10 സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടത്തെ കുറിച്ച് ജിബ്രീൽ മീകായിൽ ഇസ്രാഫീൽ അസ്രായീൽ എന്തൊക്കെ ജിബ്രീൽ വന്നു, മീകായിൽ വന്നു, ഇസ്രാഫീൽ വന്നു, അസ്രായീൽ വന്നിട്ട് പറഞ്ഞ ഒരു കഥ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എന്നോട് പറഞ്ഞു, മൻ സ്വല്ലാ അലൈക കുല്ല യൗമിൽ 10 മററാത്ത്, നബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും അങ്ങയുടെ മേൽ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അബറുഹു ബസിർ അല സിറാത്തി ഖൽബിൽ ബർഖിൽ ഖാത്തിമ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, ഒരു ദിവസം 10 സ്വലാത്ത് ഒരാൾ അങ്ങയുടെ മേൽ ചൊല്ലിയാൽ സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ അവന്റെ കൈ പിടിച്ച് ഞാൻ വിട്ടുകിടത്തുമല്ലോ. ഇവിടത്തെ സന്തോഷങ്ങളൊന്നും സന്തോഷമല്ല, ഇവിടത്തെ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല, ഇവിടത്തെ പരാജയങ്ങളൊന്നും പരാജയമല്ല. യഥാർത്ഥ വിജയം ഏതെന്നറിയോ, യഥാർത്ഥ സന്തോഷം ഏതെന്നറിയോ, ഫമൻ സുഖ്സിയ അനിൽ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. 1000 വർഷം ദൈർഘ്യമുള്ള ആളിനേക്കാൾ മൂർച്ചയുള്ള ആളിനേക്കാൾ നിർമ്മയുള്ള സിറാത്ത് വലം മമ്പസലത്ത് ഖദാഉ ഫിൽ ജന്നതി ഫഖദ് ഫാസ്. ഫമൻ സുഖ്സിയ അനിൽ നാർ, ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്, ആരാണ് സിറാത്ത് പാലം വിട്ടുകടന്നത്, രക്ഷപ്പെട്ടത്. ജിബ്രീൽ പറയാ, നബിയേ, അമാനാമുറു സിറാത്ത്, ആരെങ്കിലും അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അന ആഖിദു ബിയദിഹി ഹത്താ അമുറു സിറാത്ത്, 10 സ്വലാത്ത് കൃത്യമായി ചെയ്യുന്ന ആളെ സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ അവന്റെ കൈ പിടിക്കുമെന്ന് ജിബ്രീൽ. മഹാനായ മീകായിൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ആരെങ്കിലും അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അനാസ്തീഹി മിൻ ഔദിക, നാളെ മഹ്ശറിൽ അങ്ങയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് ആ മനുഷ്യനെ ഞാൻ വെള്ളം പൊക്കിക്കൊടുക്കുമെന്ന് മീകായിൽ. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുന്നു, നബി, അങ്ങയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അയാളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിനോട് പാപങ്ങൾ പൊറുക്കുന്നത് വരെ അയാൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഇസ്രാഫീൽ. അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, മൻ സ്വല്ലാ അലൈക മിൻ ഉമ്മതിക 10 മററാത്ത്, റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിച്ച് രംഗം പറഞ്ഞ സദസ്സുകളെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അഖ്ബിലു റൂഹു കമാ അഖ്ബിലു റൂഹൽ അംബിയാ. അസ്രായീൽ എന്ന മലക്ക് പറയാ, മരിക്കുന്ന സമയത്ത് 10 സ്വലാത്ത് ചൊല്ലിയാൽ അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുമ്പോൾ ഞാൻ അയാളെ റൂഹിനെ പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീനെന്ന് വിശ്വാസമില്ലാത്ത ആമീൻ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ്. പലപ്പോഴും നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാൻ ആമീൻ നമ്മൾ വർണ്ണിക്കുകയും ചെയ്യുന്നത് വളരെ അത്ഭുതപ്പെട്ട ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു 5 മിനിറ്റ് ദുആ ചെയ്ത് നിർത്തിയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് പറയുന്നത് സത്യത്തിൽ പലപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മിക്കുകയും ആമീൻ അല്ലേ, ആമീൻ എന്ന് പറഞ്ഞാൽ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൂസാ നബി പറഞ്ഞു, മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഇന്നി അഅതൈതു ഉമ്മത്ത മുഹമ്മദിൻ അർബഅത അഹ്റുഫ്. ദുആ ചെയ്യുമ്പോൾ ആമീൻ ആത്മാർത്ഥ എപ്പോഴും ആമീൻ പറയുമ്പോൾ ഈ ഹദീസ് ഓർമ്മച്ചാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ 4 അക്ഷരം അല്ലേ? ആമീൻ 4 അക്ഷരം. ഇന്നി അഅതൈതു ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ഒഫീഷ്യലായിട്ട് ഞാൻ 4 അക്ഷരം നൽകി. അതേതാ? അത് കലിമത്തു ആമീൻ. ഹിയ മിനത്ത് തൗറാത്തി വസ്സബൂരി വൽ ഇൻജീലി വൽ ഫുർഖാൻ. തൗറാത്തിൽ നിന്ന്, ഇൻജീലിൽ നിന്ന്, സബൂറിൽ നിന്ന്, ഖുർആനിൽ നിന്ന് കടഞ്ഞെടുത്ത 4 അക്ഷരമാണ്. ഫമൻ ഖാലഹ കഅന്നഹ ഖറഅൽ കുതുബൽ അർബഅ. നിഷ്കളങ്കമായിട്ട് ഒരാൾ ആമീൻ പറഞ്ഞാൽ 4 ഗ്രന്ഥം ഓതിയ പ്രതിഫലമുണ്ട് എന്നല്ല, മനസ്സറിഞ്ഞ് നമ്മൾ ആമീൻ പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ദുആ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് ആളുകൾ, പലരും ഇതിലേക്ക് സംഭാവന ചെയ്തത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ എന്നെയും കമ്മിറ്റിക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ മാല കെട്ടാനും മറ്റു ഒരുപാട് ദിവസങ്ങളായി ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. പല നിലക്കും ഈ പരിപാടിയുമായി സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ദുആ ചെയ്യുന്നതാണ്. الفاتحة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لهم. الحمد لله رب العالمين يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني والقرآن العظيم بحق هذا المجلس الميمون أن تفتح لنا كل خير وتفضل علينا بكل خير واجعلنا من أهل الخير وأن تبارك لنا فيما نحن فيه بركة تامة كما باركت على عبادك الصالحين. الرحم الرحيم يا خالق يا رازق يا عفو يا الله ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, മാസങ്ങളായി ദിവസങ്ങളായി ഈ സദസ്സിന് വേണ്ടി അധ്വാനിച്ച എത്രയോ നല്ല ചെറുപ്പക്കാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട മക്കൾ, ഇതിനു വേണ്ടി സാമ്പത്തികമായി സഹായിച്ചവർ, ഇതിനു വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ, ബന്ധപ്പെട്ടവർ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ മദ്രസയുടെയും ബന്ധപ്പെട്ട ആളുകൾ, ഇവിടുത്തെ ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആ ഹബീബിനെ കുറിച്ച് പറഞ്ഞ സദസ്സ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ യഥാർത്ഥ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ സദസ്സ് ഹബീബ് ഇഷ്ടപ്പെടുന്ന സദസ്സാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാഹ്. പടച്ചവനെ, വഅദ് കേൾക്കുമ്പോ വഅദ് പറയുമ്പോ ഇനി നന്നാവണം, ഇനി നന്നായി സ്വലാത്ത് ചെല്ലണം. പക്ഷേ സാഹചര്യങ്ങളാ ഞങ്ങളെ പഠിപ്പിക്കുന്നതല്ലാഹ്. നീയുള്ള ജീവിതം സാഹചര്യങ്ങൾക്ക് അടിമപ്പെടാതെ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്.
ഹൃദയങ്ങളിൽ ഈമാൻ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അവരെ നിനക്കറിയാം, ആഗ്രഹങ്ങൾ അറിയാം, അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉപ്പമാർ, രക്ഷിതാക്കൾ, ഇതിന്റെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട SKSSന്റെ സുഹൃത്തുക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സൊക്കെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ടവർ, അല്ലാഹു ഇവരൊക്കെ പിന്തുണ നൽകിയവർ, സഹായിച്ചവർ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, മക്കള്, ചെറുപ്പക്കാര്, ജ്യേഷ്ഠര്, സഹോദരങ്ങൾ, എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെ ഇടപാടുകളിൽ അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ മൈഷത്തിന്റെ വഴിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുറച്ചവരെ കേൾക്കുന്നതും കാണുന്നതും മാരകമായ രോഗങ്ങളാ, അപകടങ്ങളാ, പെട്ടെന്നുള്ള മരണങ്ങളാ കാക്കണേ അല്ലാഹ്. പടച്ചവരെ, ഇന്ന് ഞങ്ങളെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ ആളുകളുണ്ട്. ഒരു നാൾ ഞങ്ങൾ രോഗിയായി സ്വന്തം കുടുംബങ്ങൾ വെറുക്കുന്ന, വിഷമിക്കുന്നൊരു പരീക്ഷണം ഈ കൂട്ടത്തിൽ ആർക്കും തരില്ല അല്ലാഹ്, കുടുംബത്തിലൊരാൾക്കും തരില്ല അല്ലാഹ്. ഞങ്ങളറിയുന്ന എത്രയോ രോഗികൾ ഞങ്ങളുടെ നാട്ടുകാരിൽ ദുആ കൊണ്ടേൽപ്പിച്ച വീട്ടിലും ഹോസ്പിറ്റലുമായി പ്രയാസത്തിലാ. ശിഫ നൽകണേ അല്ലാഹ്, അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് നന്മ ചെയ്തവരില്ല, ഇന്നെന്റെ അടുക്കൽ മുത്ത് ഹബീബിനെ സ്നേഹിച്ച് വലിയ നന്മയാണെന്ന് വന്നിരുന്നവരാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ മരണം വരെ നിലനിർത്തി തരണേ അല്ലാഹ്. വിശിഷ്ടാനങ്ങൾ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹ്. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗവും തരല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, വേണ്ടപ്പെട്ട വിദേശത്തിലും നാട്ടിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളും തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സിന്റെ പ്രതിഫലം ഒട്ടും ചുരുങ്ങാതെ ഇവിടെ പറയപ്പെട്ട മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ, ഈ മഹല്ലത്തിന്റെ നന്മക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, നാട്ടിന് വേണ്ടി പ്രവർത്തിച്ച പലരും മാറടി മണ്ണില. ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, സ്വർഗീയ സുഖം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവർ, നേതൃത്വം നൽകുന്നവർ, എല്ലാവർക്കും ആരോഗ്യത്തോടെ, ഇസ്സത്തോടെ, അഭിമാനത്തോടെയുള്ള ജീവൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടിക്കാക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ പ്രതീക്ഷ ഞങ്ങളുടെ പൊന്നുമക്കളാ, ഈ സദസ്സിലുള്ള മക്കൾ, ഈ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കൾ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്നേഹമുള്ളവരാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന ആൺമക്കൾ, പെൺമക്കൾ ഖൈറായ ഇടങ്ങൾ അടുപ്പിക്കണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന കടം വീട്ടാനുള്ള ഹലാലായ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. വീടിന്റെ വഴി തുടങ്ങി വെച്ചവർ, വീടില്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്നവർ, അവർക്കും ഉണ്ടല്ലോ ഒരാഗ്രഹം. അല്ലാഹുവേ, വീടിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വലിൽ വീടിന്റെ പണി പൂർത്തിയാക്കി താമസം തുടങ്ങിയവർ, തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ കേൾക്കുന്നതൊക്കെ അപകടങ്ങളാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാ, മക്കളൊക്കെ വാഹനത്തിലാ സ്കൂളിലേക്കും മറ്റും പോകുന്നത്, വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ, പ്രവാസ ലോകത്തും വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ, അപകടങ്ങൾ തൊട്ടിക്കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങൾ തൊട്ടിക്കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടിക്കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പൂർത്തിയാക്കി തരണേ അല്ലാഹ്. സങ്കടങ്ങളുണ്ട്, തീർത്തരണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ മരണവാർത്ത ഞങ്ങൾ കേട്ടതാ, എത്രയോ മരണമുഖം ഞങ്ങൾ കണ്ടതാ. ഞങ്ങളൊക്കെ പറഞ്ഞതാ, എന്തൊരു നല്ല മരണം, എന്തൊരു ഈമാനുള്ള മുഖം. അല്ലാഹുവേ, ഈ നിമിഷം ഞങ്ങളെ പെരുമാറിയാൽ മയ്യത്തെന്ന് വിളിക്കുമല്ലോ, ഈ ധരിച്ച വസ്ത്രമാരോ മാറ്റിവെക്കുമല്ലോ. ഇന്ന് ഈ സദസ്സിലേക്ക് സ്വന്തമായി നടന്നു വന്നവരാ, സ്വന്തമായി വസ്ത്രമണിഞ്ഞവരാ. പടച്ചവനെ, പെരുമാറിയാൽ ഞങ്ങളെ വസ്ത്രമാരോ, സാധാരണ ഞങ്ങളാ കുളിക്കാർ, പെരുമാറിയാൽ മറ്റൊരാൾ ഞങ്ങൾ കുളിപ്പിക്കും. അല്ലാഹുവേ, ഞങ്ങളെ മരണവാർത്ത പരക്കുമ്പോ എല്ലാവരും അത്ഭുതപ്പെടുന്ന, സന്തോഷിക്കുന്നത് മരണം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് 6 കാലുള്ള കട്ടിലിലേക്ക് മയ്യിത്ത് നിസ്കാരം നടത്തി 6 മണ്ണാകുന്ന ഖബറിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും പിരിഞ്ഞു പോയാൽ ഇരുത്തറയിൽ ഞങ്ങൾ ഒറ്റക്കാറേ. ഇവിടെ ഞങ്ങൾ വന്നത്, വയത് പറഞ്ഞത്, കേട്ടത്, സംഭാവന ചെയ്തത് നാളെ ഖബറിൽ ഒരു അനാന്തമാക്കണേ അല്ലാഹ്. ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു അമലാക്കണേ അല്ലാഹ്. ഇതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, മക്കൾ
നാളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതിനുള്ളൊരു കാരണമായി സദസ്സും ഈ ദുആവും ഈ ആമീനുകൾ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين آمين برحمتك يا أرحم الراحمين. മുഖ്യ പ്രഭാഷണം നടത്തിയ ഉസ്താദ് അബു ഷമ്മാസ് റഫീഖ് ഫൈസി അവർക്ക് മദ്രസയുടെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. അടുത്തത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഷുഹൈബ് ബാഫി അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഇന്നത്തെ മുഖ്യാതിഥിയും ഈ വേദിയുടെ പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് റഫീഖ് ഫൈസി അവർ അവിടെ ഗംഭീരമായി സ്വന്തം ശരീരത്തേക്കാൾ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ എത്രമേൽ നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണമെന്ന് ഖുർആനിൻ്റെയും വിശുദ്ധ ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായി വരച്ച് കാണിച്ചു തന്നു. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഇന്നത്തെ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നിർവഹിച്ച് അവിടെ ഗംഭീരമായി ഇങ്ങനെ ഒരു സദസ്സ് അലങ്കരിച്ച കുർഗ SKSP യൂണിറ്റ് കമ്മിറ്റിക്കും മദ്രസ കമ്മിറ്റിക്കും മുക്തകണ്ഠം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസ അർപ്പിച്ച ഷുഹൈബ് ബാഫി അവർക്ക് മദ്രസയുടെ പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. അടുത്തതായി വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആരംഭിക്കുകയായി. ഖിറാഅത്ത് ആഖിബ് സൗബ ഖിറാഅത്ത് ആഖിബ് സൗബ السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله
يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما صدق الله العلي العظيم. السلام عليكم ورحمة الله. ഖിറാഅത്ത് അവതരിപ്പിച്ച ആഖിൽ സൗബർ ഉസ്താദിനെ മദ്രസയുടെ കീഴിൽ 1000 നന്ദി അറിയിക്കുന്നു. അടുത്തതായി വേദിയിൽ ഗാനം മുഹമ്മദ് റഹിയ. അതിനുശേഷം ഇഷാം എം.ടി. അസ്സലാമു അലൈക്കും. പരദീസയിൽ വരുമുല്ല പരിപാവനമായൊരസരമുല്ല പരിശോഭിതമാണ് നബിയുള്ള പാരി പരിദിസര സൂറോരെ സല്ലല്ലാഹ് പരദീസയിലും വരുമുല്ല പരിപാവനമായൊരസരമുല്ല പരിശോഭിതമാണ് നബിയുള്ള പാരി സരസൂരോരെ സല്ലല്ലാഹ് ലാഘവത്തിനധിപതി നൂറ് ലാവണ്യത്തിനൊരു വസല് ലാഘവത്തിനധിപതി നൂറ് ലാവണ്യത്തിനൊരു വസല് ലോഹിൽ നിറഞ്ഞൊരു നായകനെ നബിയെ സുബുറ് ലോകം പാടേത്ത പുരാതകൻ നബിയൂറ് ജിന്നും ജമൽജികളും പാകളൊക്കെ പടച്ചവനെ ആയത് തോർക്കും അയലപുറത്തക പേര് മുഹമ്മദ് ജിന്നും ജമൽജിബാലും പാകളൊക്കെ പടച്ചവനെ ആയത് തോർക്കും അയലപുറത്തക പേര് മുഹമ്മദ് കുതിസിന്റെ ബിനാറിലോരും മാനമിനെ പറഞ്ഞവന് ഇബ്രാഹിം മഞ്ഞാനത്ത് മുനാജ നടത്തിയും അജബ് താളത്തിൽ അറബനമുട്ട് ഈവണത്തിൽ തഫുമുട്ട് ഈരാവ് പുലർന്നാം നാളുടെ മംഗളമേ അന്ന് ദുനിയാവുലങ്കൃതമായവനെ നബിയെ സുബുറേ അന്ന് ദുനിയാവുലങ്കൃതമായവനെ നബിയെ സുബുറേ. അസ്സലാമു അലൈക്കും. അടുത്തത് ഇഷാം എം.ടി. ഗാനം മൃദുവിരലുകളറബലീണം ശ്രുതി മധുരിത മധുകളാൽ തേനിലാവിൻ പാടിട വരുവിൻ സായോജ്യമായി ഫർദോ വരം സാധ്യമായി പുകൾ പല വരികളിൽ ദളിത കലകളിൽ പുകഴ്ത്തിടാം പ്രിയരേ പകലിരവതമൊഴിഞ്ഞു കൈമയിൽ സുകാരിടാൻ തുടരേ പല പുകൾ
ബലവരികളെ ഇതളിട്ട കലകളിൽ പുകഴ്ത്തിടാം പ്രിയരേ പകലിര പദമൊഴിഞ്ഞിതൈമയിൽ സുകാരങ്ങിടാം സുതരേ അണിസൊപ്പണിന്നകളിൽ ചടുല തരമുട്ടി ചീനി വെളികൊട്ട് മധുല തരമൊഴികൾ പാട്ട് കോർത്ത രാജദീപം അഖിലമാത്തു നാമം പദവിയ പുലികള പൈൽവതിരധിപതി മധുരഹുതതി നികര ജനഗണനവതി സ്നേഹരാഗം തീർത്തതേ ശമേ പഠിത്തോടണ്ടാനേ മക്കാനഗരമിൽ ഫർഹാലേ ജയം തക്കത്തിൽ അടച്ചേരാൻ ദഹറാലത്തോരും തക്ബീറക്കുവല്ലിട്ടുത്താനേ തക്ബീറക്കുവല്ലിട്ടുത്താനേ വിളി വന്നതാ കൊതി തീർന്നതാ അഴകേറും വിഷയത് ഷാഹിദ പല നാളിലായി മനതാരിലായി മേറാജിൻ യാത്ര തിരിച്ചതോ വിളി വന്നതാ കൊതി തീർന്നതാ അഴകേറും വിഷയത് ഷാഹിദ പല നാളിലായി മനതാരിലായി മേറാജിൻ യാത്ര തിരിച്ചതോ നിലാവിന്റെ ശോഭയതെല്ലാം പോലേത് തൂകിയതെല്ലാം കാണാത്ത ചന്തം അല്ല കണ്ടോ നബിയുള്ള खाक मदीना तेरा कहना क्या कि तुझे कुर्ब खूब मदीना मिले ये खाक मदीना तेरा कहना क्या कि तुझे कुर्ब खूब मदीना मिले ഹാത്തിമുത്തെന്ന സത്തിൽ തിരുമധുകളിശലിൽ പാടിടാം ഹാത്തിമുത്തെന്ന സത്തിൽ തിരുമധുകളിശലിൽ പാടിടാം കാവിടയാനബി കാവൽ തരൂ കാവൽ തരൂ നടന്ന തിങ്ങിയലാൽ സവിതമിലണിയണ സഹകരം ചേർന്നിടലാൽ മണ്ണ് സവിതമി ചായച്ച പുഞ്ചിരി തോർത്തു ഇറങ്ങിയതായി ലഭിക്കോ തിരുപാദം പോകിയ ആരിലും ഹിതയായി ഹാദിനബിയുടെ നൂറരുകുന്നു അമ്പിയാവുമ്പരിൽ ജ്യോതിനബിയിലും ഇബ്രാഹിമിൻ റോഹിലും ചന്ദനിൽ പല പല കാലം കൊണ്ട കുറേശ്ശേ ബനുഹാശിം പേരമിൽ ഒളിവേശം തോഹ തോഹ ഒളിവേശം തോഹ ഒളിവേശം തോഹ തോഹ ഒളിവേശം തോഹ മുഖ്യ പുരുഷപ്പുകളുടെ ഭവനം മുഖ്യ മക്കിരിലളിരടു ശരണം ഒത്തൊരു മതകിത് പാടാ ചിത്തിര പുണർവാടാൻ മാണിക്ക തീരോ നബിയേ വഹദാനിയത്തിന്റെ മലർമാപ്പൂകൾ വഹദാനിയത്തിന്റെ മലർമാപ്പൂകൾ വദനത്താലുദിത്ത മുത്തൊളി നബിയെ മദനിതു മധുഹേ കവിതയിൽ ബഹുമിത പതുലയായ സദസ്സിൽ മഹിമയിൽ മതിരസമേതരണി മണിച്ചിക പുകത വിശുദ്ധ മൊഴിയായി മതിഹിൻ നീരടേശലായി മതിഹിൻ നീരടേശലായി വദനത്തിൻ അത്ഭുതമേറെ കണ്ടവരാണൂതർ ജഗന്നാഥനവരുടെ മേലിൽ വർഷിച്ചു കണിവേറെ ജനനത്തിൻ അത്ഭുതമേറെ കണ്ടവരാണൂതർ ജഗന്നാഥനവരുടെ മേലിൽ വർഷിച്ചു കണിവേറെ ജവാലിയത്തായി കമലിയത്തായി ജയക്കൊടിയായി ജഗണിറവായി സൊല്ലി സലാത്തായി സൊല്ലി സലാമായി കുല്ലും തമമായി അല നബിയിൽ സൊല്ലി സലാത്തായി സൊല്ലി സലാമായി കുല്ലും തമമായി അല നബിയിൽ ജയമറിയുടെ ജഗഗുരു നബി വരബാജ സദാരും റൂഹാനും ഏറ്റവും റസൂലേ ഹംദ് പാടും പകതിശയാതങ്ങളും പ്രതിനിധിയാ നബിയേ എന്നും പ്രഭാവിതറും തണിയേ പതിവായും ഖാതിം
സിറാജുദീച്ചേ പകരാവും പ്രേമ സുമങ്ങൾ നിറച്ചേ മധുകൾ നിറയും നേർവഴി മഹത്തകൾ നേടും നേർവഴി മമ്പൾ തുർബിയാസിലതി മൽജവും മീയാബദതി മുത്തു ഹബീബിൻ തിരുവഴിയിൽ ദഫുകൾ മുട്ടി മധുരിത മധുസർ അൻത ഖൈറുൽ വരാ മെഹബൂബി ദൂനിൽ മിറാ അൻത ഖൈറുൽ വരാ മെഹബൂബി ദൂനിൽ മിറാ ഇരുലോക പുകൾ പാടി നബി മുത്തിനെ വാഴ്ത്തി പാടി തുറന്നൽ കിടണേ ജല്ലാ. അടുത്തത് വേദി മുഹമ്മദ് ഇഷാഫി, അത് കഴിഞ്ഞ് മുഹമ്മദ് റബീർ. പ്രവാച പ്രകീർത്തന കാവ്യസതകളിലെ പൗർണമിയായി പ്രശോഭിക്കുന്ന പണ്ഡിത കവി ശ്രേഷ്ഠൻ ഇമാം ബുസൂരിയുടെ മുർദയുടെ വിസ്മയവരികളിലൂടെ ആശിക്കികളെ അനുരാഗത്തിന്റെ ആയയിലേക്ക് അണയിച്ച് മനസ്സുകളെ മെഹബൂബിന്റെ മധുമദീനയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നിരവധി വേദികളിൽ മധുഹിന്റെ ഈരടികൾ കൊണ്ട് മനം കവർന്ന അഫ്സൽ കാസർഗോഡ് നേതൃത്വം നൽകുന്ന ദീൻ ഇലൽ മദീന അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്ന് ഏതാനും നിമിഷങ്ങൾക്കൊന്നും വേദിയിൽ അരങ്ങേറുന്നതാണ്. السلام عليكم ورحمة الله تعالى وبركاته. നബിയേ നബിയേ മുജിതബ നബിയേ 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 മുജിതബ നബിയേ നബിയേ ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തെ നിറയാം ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തെ നിറയാം നബിയേ നബിയേ മുജിതബ നബിയേ 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 ഇരുമുറിയറിഞ്ഞോളി തികമുള്ളൊരാധാര വഴി ഗമിച്ചോളി ആ മരച്ചോട്ടിൽ കടലേ കടലേ ആ മലത്തോപ്പിൽ അഴകേ അഴകേ മതിയിൽ മുത്തൊളിമാല മധുരപ്പൂന്തേൻ ചോല മതിയിൽ മുത്തൊളിമാല മധുരത്തേൻ പൂഞ്ചോല പാടാം പാടാം അപദാനങ്ങൾ പാടാം 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 അപദാനങ്ങൾ പാടാം നബിയേ നബിയേ മുജിതബ നബിയേ 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 മുജിതബ നബിയേ നബിയേ മദീനത്തെ മരതക പൊരുളറിഞ്ഞോളി മുഹബത്തിൻ പൂവിന്റെ പൊരുളറിഞ്ഞോളി ആരംഭത്വാ പ്രിയരേ പ്രിയരേ ആദരരാജ കമരേ കമരേ മാണിക്യക്കല്ലാണേ മന്ദാരപ്പൂവാണേ മാണിക്യക്കല്ലാണേ മന്ദാരപ്പൂവാണേ പാടാം പാടാം അപദാനങ്ങൾ പാടാം 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 അപദാനങ്ങൾ പാടാം നബിയേ നബിയേ മുജിതബ നബിയേ 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 മുജിതബ നബിയേ നബിയേ. അസ്സലാമു അലൈക്കും. അടുത്തത് വേദി മുഹമ്മദ് റബീർ, അത് കഴിഞ്ഞ് മുഹമ്മദ് മിൻഹാജ്. പണ്ട് പണ്ടേ മദീനയിൽ പാടിയിടാതെ പേരിൽ ഹബീബിന്റെ ഫാത്തിമ അന്ന് തൊട്ടിന്നോളം നൂറിൽ പൂമുഖം കണ്ടില്ലേ നാടത്ത് ഫാത്തിഹ എന്നും മോഹിപ്പിന്റെ മുന്നിൽ മധുരത്ര പാടി നടന്ന് ചോറില എന്നും നേതാവിച്ചാരി മണ്ണിൽ നാളെ എന്താകും പേച്ചാറില
എന്നും മോഹിപ്പിന്റെ മുന്നിൽ മധുരത്ര പാടിനാനന്ദ ചോറില ഒന്നും വേദാവിൻ ചാരെ വന്ന് നാളെ എന്താകും ചാറില. അസ്സലാമു അലൈക്കും. അടുത്തത് വേദി മുഹമ്മദ് മിൻഹാസ്. അത് കഴിഞ്ഞ് ഹസീൻ മുഹമ്മദ് ടി. കണ്ടാലും മതിതീരാത്ത ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയിലെ. എത്ര കേട്ടാലും മതി വരാത്ത ഒരു കിസ്സ ഉണ്ടെങ്കിൽ അത് ലോകനായകന്റെ ചരിത്രമല്ലേ. എത്ര പാടിയാലും പല്ലവി തീരാത്ത ഒരു കവിതയുണ്ടെങ്കിൽ അതിന്റെ മുത്തിന്റെ മതകല്ല്. കെട്ടയിച്ചിട്ട ഒരു പട്ടമായി മദീനയിലെ പച്ചകുമ്പുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഖബർ ശരീഫിന് അരികിൽ ചെറുതും കൂട്ടി കുറുകുന്ന ഒരു നാടപ്രാവായി മാറാൻ മതിക്കാത്തവരാറുണ്ട്. ലോകത്തിലെ നായകനെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബുസലാം, നീ എത്ര ഭാഗ്യവാൻ. പ്രാണനാണ് അബീദ്, പ്രണയമാണ് അബീദ്, പ്രകാശമാണ് അബീദ്, പകരമില്ല അബീദിന്. അങ്ങ് റഹ്മത്താണ്, ഞഹ്മത്താണ്, ഖുദ്റത്താണ്, ജിന്നത്താണ്, അമാനത്താണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ മദീന. ദൂരെ 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 മദീന, വാനിൽ പുലരുന്നതെന്നാണ് ദീന. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുട്ടി മണത്തോടെ വീണ. പോയിരുന്നോ നിങ്ങൾ മദീന, കൈകൾ മുട്ടി മണത്തോടെ വീണ. ഇന്ന് ഞാനങ്ങ് ദൂരെ ദീന, നിന്ന് ഞാനങ്ങ് ദൂരെ ദീന. വന്നിടാൻ യോഗ്യനാണോ മദീന, എന്നെ ഒളിവാക്കിടല്ലേ നബീന. കണ്ണിനവാക്കിടണേ മദീന, കണ്ട് കൊതി തീർന്നതാരാ മദീന. കൊണ്ടുപോയെത്ര ജീവൻ മദീന. ദൂരെ 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 മദീന, വാനിൽ പുലരുന്നതെന്നാണ് ദീന. എന്ത് രസമാണ് നീ എൻ മദീന, എന്റെ നബിയുടെ ഉള്ളിൽ മദീന. എന്ത് രസമാണ് നീ എൻ മദീന, എന്റെ നബിയുടെ ഉള്ളിൽ മദീന. മാരിവില്ലിന്റെ അഴകന്ത സീന, മാരിവില്ലിന്റെ അഴകന്ത സീന. വാരി നൽകി അതെന്റെ മദീന. സ്വർഗത്തിൽ നിന്നടർന്നോ മദീന, സ്വപ്നമേലെങ്കിലും താനബീന. താരാട്ടിടുന്ന ഉമ്മയാ മദീന ഞങ്ങൾക്ക്, താലോലമാക്കി ജന്നത്തുൽ ബഖീറൊന്നാക്ക്. തങ്കം തിളങ്ങുന്ന പോലെ എൻ ഹയാത്ത് ഖൈറാക്ക്. തിങ്കൾ നില
നിലാവ് കൊണ്ട് എൻ കൽബ് നന്നാക്ക് പ്രകാശഗോപുരമേ പ്രവേശനം നൽകും പ്രപഞ്ചമാകയാ മദീനയോട് കൊതിയല്ലയോ കണ്ട് കൊതി തീർന്നതാരാ മദീന കൊണ്ടുപോയി ജീവൻ മദീന ദൂരെ 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 മദീന വാനിൽ പുലരുന്നതന്നാനദീന വേദനിപ്പിച്ചുവോ ഞാൻ നബീന വേണ്ടതെന്തോ മോനെ മദീന വേദനിപ്പിച്ചുവോ ഞാൻ നബീന വേണ്ടതെന്തോ മോനെ മദീന എന്റെ നേരെ തുറക്കൂ നബീന എന്റെ നേരെ തുറക്കൂ നബീന എന്നെ കൂടി വിളിക്കൂ മദീന ശബ്ദമിടറേ ബിലാലിൽ മദീന ശക്തമായ പ്രണയം നബീന കണ്ട് കൊതി തീർന്നതാരാ മദീന കൊണ്ടുപോയി ജീവൻ മദീന ദൂരെ 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 മദീന വാനിൽ പുലരുന്നതന്നാനദീന അടുത്തത് അസീൻ മുഹമ്മദ് അതിനുശേഷം ഹംദാൻ കെ. Assalamualaikum. Nabiye, muझे तापे nabiye, मुझे तापे nabiye. ഇടനെഞ്ച് ചേർത്ത് പാടാം ഇതിഹാസത്തററാം. ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തററാം. നബിയേ മുझे तापे നബിയേ मुझे तापे नबिये തിരുഗുരുദായ മൊഴിയറിഞ്ഞോളെ തികവുള്ളൊരുതൻ വൈകമിച്ചോളെ ആരും ആമരത്തൊട്ടിൽ തണലെ ആമരത്തൊട്ടിൽ അഴകേ ആമരത്തൊട്ടിൽ തണലെ ആമരത്തൊട്ടിൽ അഴകേ മധുരമുത്തൊളിമാല മധുരത്തമ്പൂച്ചോല മധുരമുത്തൊളിമാല മധുരത്തമ്പൂച്ചോല പാടാം അപദാനങ്ങൾ പാടാം അപദാനങ്ങൾ പാടാം നബിയേ മുझे तापे नबिये मुझे तापे नबिये. Assalamualaikum. അടുത്തത് ഹംദാൻ കെ. അതിനുശേഷം മുഹമ്മദ് ഫത്താഹ് CP. Assalamualaikum. മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലയുകുന്ന തേനോ. മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലയുകുന്ന തേനോ.
മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലയുകുന്ന തേനോ മാറിവില്ലിൻ 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 വർണ്ണ പൂമുഖം പവിയ നിഴലാണോ മാറിവില്ലിൻ വർണ്ണ പൂമുഖം പവിയ നിഴലാണോ മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലയൊഴുകുന്ന തേനോ മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലയൊഴുകുന്ന തേനോ. അടുത്തത് വേദിയിൽ മുഹമ്മദ് ഫത്തൽ സീഫി, അത് കഴിഞ്ഞാൽ മുഹമ്മദ് ആസിം. പ്രവാചക പ്രയത്ന കാവ്യസതകളിലെ പൗർണമിയായി പ്രശോഭിക്കുന്ന പണ്ഡിത കവി ശ്രേഷ്ഠൻ ഇമാം ബുസൂരിയുടെ ബുദ്ധികത വിസ്മയവരികളിലൂടെ ആശിഖികളെ അനുരാഗത്തിന്റെ ആയയിലേക്ക് ആനയിച്ച് മനസ്സുകളെ മഹബൂബിന്റെ മധുമദീനയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നിരവധി വേദികളിൽ മധുവിന്റെ ഈരടികൾ കൊണ്ട് മനം കവർന്ന അഫ്സൽ കാസർഗോഡ് നേതൃത്വം നൽകുന്ന ടീം ഇലൽ മദീന അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്ന് ഏതാനും നിമിഷങ്ങൾക്കൊപ്പം വേദിയിൽ പഞ്ചാര പുഞ്ചിരുക്കുന്ന കണ്ണിലും കണ്ണാണ് നൂറുദിക്കുന്നേ ദിക്കിലും ദിക്കാണ് തരകമലരോട് താമരത്തിലാണ്. അടുത്തത് വേദിയിൽ മുഹമ്മദ് ആസിം. അത് കഴിഞ്ഞ് മുഹമ്മദ് ഫിസാൻ. അസ്സലാമു നബിയേ നബിയേ സല്ലല്ലാഹു അലൈഹി മുത്ത് റസൂലിൽ ജന്മദിന സത്യബിൽപുൽ പൊൻചുരിന പാടുക പറയുക കുട്ടികളെ അസ്സലാമു അലൈക്കും നബിയേ നബിയേ സല്ലല്ലാഹു അലൈഹി മുത്ത് റസൂലിൽ ജന്മദിന സത്യബിൽപുൽ പൊൻചുരിന പാടുക പറയുക കുട്ടികളെ മുത്ത് റസൂലിൽ മധുകളെ നബിയേ നബിയേ സല്ലല്ലാഹു അലൈഹി യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്തത് വേദിയിൽ മുഹമ്മദ് ഫിസാൻ. അത് കഴിഞ്ഞ് അംജദ് ഗുരുണിയൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, എന്റെ കൊച്ചു കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും.
തങ്ങളുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നുകൊണ്ട് ചോദിച്ചു, കുഞ്ഞാറ നബിയെ, ഞാൻ ഈ കാണുന്ന മലകളൊക്കെ അവർക്ക് മുകളിൽ നാം മരിക്കട്ടെയോ? അപ്പോൾ നമ്മുടെ തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയാമോ? വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്ത സഞ്ചാരക്കാരാണ്. എന്തൊരു നല്ല സ്വഭാവമല്ലേ കൂട്ടുകാരെ, നമ്മൾക്കും ഇങ്ങനെയുള്ള സ്വഭാവമാണ് വേണ്ടത്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നാ ഞാൻ പോട്ടെ. എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അസ്സലാമു അലൈക്കും. അടുത്തത് വേദിയിൽ അംജദ് കരുണിയാൻ, അത് കഴിഞ്ഞ് ഷാമിൽ സിസി, സാബിദ് സിസി, റാഫി സിറ്റിയാൻ പാർട്ടി, അജ്നാസ് സജാദ് പാർട്ടി, ഷബാസ് മുഹമ്മദ് അൽ ഷമീം എന്നിവർ എത്രയും പെട്ടെന്ന് തയ്യാറാവേണ്ടതാണ്. സ്ഥാപിതമായ ത്വരീഖുൽ ഹിദായ സെക്കൻഡറി മദ്രസ മതവിജ്ഞാന വേദിയിൽ തലമുറകൾ ദേവീ വിജ്ഞാനത്തിന്റെ കാലപ്പാടുകൾ നുകർന്നുകൊണ്ട് കുറുക പ്രദേശത്ത് ഇസ്ലാമിന്റെ പ്രഭപരത്തി നക്ഷത്ര ശോഭയോടെ വെട്ടിത്തിളങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ ഏജൻസിയായ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസ ഇന്ന് പഠന പാഠ്യേതര രംഗത്ത് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന മതവിദ്യാഭ്യാസ കലാലയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ത്വരീഖുൽ ഹിദായ ഹയർ സെക്കൻഡറി മദ്രസ. ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ, കാവലായി ഭൂമിയിൽ നിലാപ്രകാശമേ. ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ, കാവലായി ഭൂമിയിൽ നിലാപ്രകാശമേ. നീതിയിൽ ലോകം കണ്ട നിസ്തുല പ്രഭാവമേ, തീരയിൽ ചൂടിലും മണൽ തരിക്കു പ്രാണമേ, സ്നേഹം കൊണ്ടെഴുതി വച്ച ദർശനം മനോഹരം, ക്രോധം കൊണ്ടരികിൽ വന്ന വൈരികൾക്കു സാന്ത്വനം, പാദമേറ്റ ഭൂമിയിൽ പാതിരാമറഞ്ഞിടും പാവമെന്റെ നബിയരെ, കണ്ണുനീർ നിറഞ്ഞിടും ആ ചരിത്രമേറ്റു പാടിടും. ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ, കാവലായി ഭൂമിയിൽ നിലാപ്രകാശമേ. നീജരായി എൻ റസൂല് കണ്ടവരറിയണം, ആ ഹബീബോധി വച്ച വാക്കുകൾ പഠിക്കണം. നീജരായി എൻ റസൂല് കണ്ടവരറിയണം, ആ ഹബീബോധി വച്ച വാക്കുകൾ പഠിക്കണം. എവിടെയാണെന്റെ നൂറ് ധർമ്മം വിട്ടൊഴിഞ്ഞത്, എതിരിടാനെന്തു തിന്മയാണ് മുത്തിൽ കണ്ടത്. നീതിയല്ല നീതി എന്ന് ദീനുരത്ത ചെയ്ത്, വേദനിച്ച ജനത കണ്ട ആശ്രയത്തിൻ ദൂതര്, യുഗമിതുവരെ ലോകം കണ്ട വലിയ സഹനശീലര്, മാനുഷികത ചേർത്തുവച്ച വിശ്വവിമോചകര്, കരുണയാണ് എൻ റസൂലര്. ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ, കാലമേ സത്യമെൻ ഹബീബ് സ്നേഹമേ, ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ, കാവലായി ഭൂമിയിൽ നിലാപ്രകാശമേ. ലോകമേ കേട്ടിടേണമെൻ ഹബീബിനെ,
ത്യാഗമേറുന്ന ജീവിതം പ്രതീകമേ കാവലായി ഭൂമിയിൽ നിലാപ്രകാശമേ. അടുത്തത് വേദിയിൽ ഷാമിൽ CC. അടുത്തത് വേദിയിൽ ഷബാസ് മുഹമ്മദ്. അത് കഴിഞ്ഞ് സാബിത് CC, റാഫി CT ആൻഡ് പാർട്ടി. പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിലതു നിധിയാണ് പടിവാതിലെ ചെറുതടിയാണ് നബി തങ്ങളുടെ പൂങ്കുടിലാണ് കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സുഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അത് കേട്ട് സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിന് ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാലെ തിരുനൂറരേ തിരിഞ്ഞു മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ ഉടയാടെയൊന്നും ഉടയ്ക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ ചിത്തിര പൂമുഖം ചേർത്താനാ പന വീടിൻ പുതിയ ചിരിക്കുന്ന നബിയോരെ മയമിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂടെ മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂടെ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിന് ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ പനിയായ റസൂലിന്റെ ചൂടേറ്റ ഗേഹം മരത്തിൽ മൗത്തിന്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ മലരമുത്തിനെ നോക്കിയ നേരം ഉടയാത്ത ഉമറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രങ്ങൾ കഴിഞ്ഞൊരു കൂടാ വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീരെ ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂടെ ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂടെ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിന് ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം സുഹബോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സുഹബോരുടെ ഇടപകലുകൾ കണ്ടേ അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിന് ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. അസ്സലാമു അലൈക്കും.
അടുത്തത് വേദിയിൽ സാബിത് ചേച്ചി, അത് കഴിഞ്ഞ് മുഹമ്മദ് സഫ്വാൻ. കിസറ കൈസർ വിറപ്പിച്ച സത്യവിവേചകരെന്ന മുത്തിനെ വിശേഷിപ്പിച്ച നീതിയുടെ പര്യായമായ മുഹൂർത്തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയപ്പോൾ നബി തങ്ങളുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആശ്വസിപ്പിച്ച ആ നിമിഷം. അതെ, വേർപാടിന്റെ നമ്പർ